ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഡൈൻ മാജിക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് മഷ്റൂം ഉലർത്തിയതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമ്മുടെ മഷ്റൂം ഉലർത്തിയതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ 200 ഗ്രാം മഷ്റൂമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 3 ടേബിൾ സ്പൂൺ മൈദ, 3 പച്ചമുളക് ചോപ്പ് ചെയ്തത്, കുറച്ച് തേങ്ങാക്കൊത്ത്, കുറച്ച് കറിവേപ്പില, ഒരു സവാള ചോപ്പ് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 6 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, മസാല തയ്യാറാക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ, മഷ്റൂം ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ. ഇത്രയുമാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇനി ആദ്യം നമുക്കൊരു മാരിനേഷൻ തയ്യാറാക്കണം. അതിനായിട്ട് ഇവിടെ ഒരു വലിയ ബൗളിലോട്ട് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ മൈദ, ഇത്രയും ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഈ ബാറ്ററിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഈ സമയത്ത്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് നമുക്ക് ഒരു സെമി തിക്കായിട്ടുള്ള ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ബാറ്റർ തയ്യാറാക്കിയെടുക്കുകയാണ്. അധികം വെള്ളം കൂടിപ്പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അതിനുശേഷം ഇവിടെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മഷ്റൂം ഞാൻ ഈ ബാറ്ററിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മഷ്റൂം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ പാൻ ചൂടായി വരുമ്പോൾ ഞാൻ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂം ചേർത്ത് നമുക്കിത് നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. 2 സൈഡും ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ ആയി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് കോരി മാറ്റണം. ഇപ്പോൾ എല്ലാം നല്ലതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഈ മഷ്റൂം കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ ഫ്രൈ ചെയ്തിട്ടുള്ള മഷ്റൂം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു മസാല തയ്യാറാക്കിയെടുക്കണം. ഇവിടെ ഞാൻ വെളിച്ചെണ്ണയിലാണ് മസാല തയ്യാറാക്കുന്നത്. അപ്പോൾ പാൻ ചൂടായി വരുന്ന സമയത്ത് ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം നമുക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തേങ്ങാക്കൊത്ത് ചെറുതായി ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴാണ് ആ ഡിഷിന് ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പോൾ തേങ്ങാക്കൊത്തിൻ്റെ കളറെല്ലാം ചെറുതായി മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഈ കറിവേപ്പിലയിൽ നിന്ന് ഒരല്പം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി കറിവേപ്പിലയൊക്കെ ചെറുതായി ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ 6 അല്ലി വെളുത്തുള്ളിയും അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയുമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം ഒരു പച്ചമണം മാറുന്നത് വരെ ചെറുതായി ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു സവാള ചോപ്പ് ചെയ്തത് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3 പച്ചമുളക് ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാളയെല്ലാം നല്ലതുപോലെ ഒന്ന് വാടി വരുന്നത് വരെ നമുക്ക് വഴറ്റാം. സവാള നന്നായി വഴന്നു വരുമ്പോഴാണ് നമുക്ക് അടുത്ത മസാല പൗഡറുകൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ സവാള നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്ക് 1 മിനിറ്റ് നേരം ഒന്ന് ഇതൊന്ന് വഴറ്റാം. പൊടികളുടെ എല്ലാം പച്ചമണം നല്ലതുപോലെ ഒന്ന് മാറട്ടെ. പൊടികളുടെ എല്ലാം പച്ചമണം മാറി വരുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മഷ്റൂം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം
നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റ് നേരം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ മസാലയെല്ലാം മഷ്റൂമിലോട്ടൊക്കെ നല്ലതുപോലെ ഒന്ന് പിടിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു 5 മിനിറ്റ് നേരം നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഡിഷ് നല്ലതുപോലെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. കണ്ടല്ലോ, നമ്മളുടെ അടിപൊളിയായിട്ടുള്ള മഷ്റൂം ഉലർത്തിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.